ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ജെജി സാറാണ്. യെസ്, നമ്മുടെ എക്സാമിനേഷൻ വരാണ്, ഓണം എക്സാമിനേഷൻ. അതെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല, നിങ്ങൾക്ക് അതെ. ഒരുപാട് മാറ്റങ്ങളുള്ള വർഷമാണ്. യെസ്. കഴിഞ്ഞ വർഷം വരെ എഴുതിയത് മുഴുവനും ഏകദേശം 40 മാർക്കിന്റെ ഇല്ലേ? യെസ്. ഈ വർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ശരിക്കും 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്. 80 മാർക്കിന്റെ ഏതൊക്കെയാ സർ സബ്ജക്റ്റുകൾ? മെയിനായിട്ട് നമുക്ക് നമ്മൾ പറയാ ആ, ജോഗ്രഫി, ഹിസ്റ്ററി എന്നാണ് അതെ. പറയുന്നത്. പക്ഷേ പാർട്ട് 1, പാർട്ട് 2 ആണ്. ആ, അതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ള ആ. ചോദ്യം, എല്ലാ ചാപ്റ്ററുകളും പഠിക്കാനുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇതാണ്. നിങ്ങൾ 3 സബ്ജക്റ്റുകളിൽ ആക്ച്വലി 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോഷ്യൽ സയൻസിൽ വരും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാത്സിൽ വരും, അതുപോലെ ഇംഗ്ലീഷിൽ വരും. അതിലിപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് തരാണ്. ഇപ്പം നിങ്ങളത് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കേൾക്കുന്ന സമയത്തും നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന സമയത്തും ഹിസ്റ്ററിയിൽ നിന്ന് 40 മാർക്കും ജോഗ്രഫിയിൽ നിന്ന് 40 മാർക്കും വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹിസ്റ്ററിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതെ. ജോഗ്രഫിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം 2 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണല്ലോ. അതെ. മക്കളെ അങ്ങനെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരുമിച്ചിട്ടായിരിക്കും. മേ ബി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ആയിരിക്കും, രണ്ടാമത്തെ മേ ബി എന്താവാം, ജോഗ്രഫി ആവാം. ജോഗ്രഫി ആയിട്ട് വരാം. അപ്പൊ അതിനൊന്നും എന്തില്ല, ഒരു ഇതുമില്ല. അപ്പൊ പക്ഷേ രണ്ടൊന്നും കൂടി ആയിട്ട് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, എന്ന് വെച്ചാൽ 40 80 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരും എന്ന് മാത്രമേ ഉള്ളൂ. Yes. അതുകൊണ്ട് ഒരൊറ്റ എക്സാമിനേഷൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതണം. യെസ്. പിന്നെ അടുത്തൊരു ചോദ്യം, ആ. എത്ര ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്? അത് വലിയ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായിട്ടും 9ാം ക്ലാസ്സിന്റെ കാര്യത്തിൽ അതെ. നമ്മളോട് എല്ലാവരും പറയാം 6 ചാപ്റ്റേഴ്സുകൾ പഠിക്കാം. അതെ. അപ്പൊ 6 എന്ന് പറയുമ്പോൾ അതെ. ഹിസ്റ്ററിയിൽ 3 എണ്ണം, അതെ. ജോഗ്രഫിയിൽ 3 എണ്ണം. അപ്പൊ നമ്മൾ ഓർഡർ പഠിക്കും 1 2 3. 3. അങ്ങനെയല്ല. ഒന്നാമത്തെ ചാപ്റ്റർ പരീക്ഷയ്ക്കുണ്ട് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ. Yes. ഹിസ്റ്ററിയുടെ കാര്യത്തിൽ തന്നെ രണ്ടാമത്തതുണ്ട്. Yes. 3 പരീക്ഷയ്ക്കില്ല. പകരം 4ാമത്തെ ചാപ്റ്ററാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് പോയാൽ അതിന് ചോദ്യം ഉണ്ടായിരിക്കില്ല. പകരം ഏതെന്ന് ചോദ്യം ഉണ്ടായിരിക്കും, 4ാമത്തെ ചാപ്റ്ററിന് ചോദ്യം ഉണ്ടായിരിക്കും. അതേ സിറ്റുവേഷൻ തന്നെയാണ് ജോഗ്രഫിയുടെ കാര്യത്തിലുള്ളത്. 1ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനെ വളരെയധികം എന്ത് ചെയ്യണം, ഇവര് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരുപാട് പ്രായമൊക്കെയുള്ള മനുഷ്യനാണല്ലോ. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നത്. സാറേ, ഇവർ ഇനിയിപ്പോൾ പഠിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ക്രൈസിസ് ഇനി എങ്ങനെ പഠിക്കണം? കാരണം കുറച്ച് ദിവസമേ ഉള്ളൂ. അതിനെന്താ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അല്ല, എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നിഞ്ച ബാച്ചിലൊക്കെ കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റാലാണ് മൈൻഡ് മാപ്പ്. അതെന്താന്നുള്ളത് ഇല്ലേ? ഇപ്പൊ ഇൻസ്റ്റാലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് വൈസ് കിട്ടും. ഇനി അതെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി പോയിന്റ് വൈസ് നമുക്ക് ഒരു എക്സാമിന് എഴുതേണ്ട പാറ്റേണിലേക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നുണ്ട് മൈൻഡ് മാപ്പ് മൈൻഡ് മാപ്പിന് ഒരൊറ്റ സിംഗിൾ ഡേ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, 1 2 പേജുകളിലേക്ക് ടോപ്പിക് മാറ്റിയതായിരിക്കും. ഇൻസ്റ്റാളിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ചെയ്തിട്ട ടോപ്പിക്കുകളായിരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കാം. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ പ്രിസൈസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പഠിക്കണേ. ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും പല രീതിയിൽ പഠിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ പരീക്ഷ നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതിന് തൊട്ട് മുമ്പ് പഠിക്കുന്നുണ്ട്. അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കും. എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പരീക്ഷ എഴുതുന്ന സമയത്ത് അടിപൊളിയായിട്ട് എല്ലാം ഓർമ്മ ഉണ്ടാവും. അതൊക്കെ മാറിയിട്ട് ഇനി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് നമ്മുടെ യൂട്യൂബിൽ ആക്ച്വലി അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം ഇല്ല എന്ന ബോധ്യത്തോടു കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട്. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? 9995400800 എന്ന് പറഞ്ഞ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറൊരു സാറും കൂടി, സാറേ, പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, അതായത് ഒരു ദിവസം എത്ര എക്സാം ഒക്കെ ഉണ്ടാവും. അതില് അറിഞ്ഞു വെച്ചോളൂ, ഒരു ദിവസം ഒരു എക്സാം എന്ന് പറയുന്ന കാര്യം ആവാൻ ചാൻസ് ഇല്ല. കാരണം 13ാം തീയതി പരീക്ഷ തുടങ്ങി 21 കൂടെ എൻ്റെ ചെയ്യുന്നു എന്നാണ് എൻ്റെ സംശയമുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ചില ദിവസങ്ങളിൽ 2 എക്സാമുകളൊക്കെ വരാം. ചിലപ്പോൾ എന്ത് ചെയ്യും, അതിലിപ്പോൾ കഴിഞ്ഞ വർഷത്തിലാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം ബയോളജിയും അതുപോലെ തന്നെ സോഷ്യലൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 40 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 120 മാർക്ക് നമ്മൾ തലേ ദിവസം പഠിച്ചുണ്ടാക്കണം. കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയേക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് ലൈവുകളിൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കണം.